മലയോര ജനതയുടെ സുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നമ്മുടെ UDF-കാരുടെ പരാതി. മനുഷ്യനെയും സംരക്ഷിക്കണം, മൃഗങ്ങളെയും സംരക്ഷിക്കണം. പക്ഷെ ഇതൊന്നും വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെന്നാണ് KC വേണുഗോപാലിന്റെ സങ്കടം. എന്തായാലും UDF-കാരുടെ വിഷമം പങ്കിടാൻ രാഹുലും പ്രിയങ്കയും കൂടി പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധവുമായി വന്നത് നന്നായി. കാരണം ഇപ്പോൾ നിലവിലുള്ള 1972 വനം വന്യജീവി നിയമം കൊണ്ടുവന്നത് ആരാണെന്ന് കൂടി പ്രിയപ്പെട്ട രാഹുൽജിയും പ്രിയങ്കാജിയും ഒന്ന് ഓർത്താൻ നന്നായിരുന്നു. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഈ നിയമം പിന്നീട് 7 തവണ ഭേദഗതി ചെയ്തു. അതിൽ 5 തവണയും ഭേദഗതി ചെയ്തത് കോൺഗ്രസ് സർക്കാരുകളാണ്, 2 തവണ BJP സർക്കാരുകൾ. നിയമം ഏറ്റവും ഒടുവിൽ ഭേദഗതി ചെയ്യപ്പെട്ടത് 2022 മോദി സർക്കാരിന്റെ കാലത്താണ്. അന്ന് ഒരു കോൺഗ്രസ് MP പോലും ഇടപെട്ടില്ല. ഭേദഗതി എതിർത്ത ജോൺ ബ്രിട്ടാസ് MPയെ പിന്തുണയ്ക്കാൻ പോലും ഒരു കോൺഗ്രസ് MPയും തയ്യാറായില്ല. നിയമം ഇതേ രീതിയിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് സ്വന്തമായി തീരുമാനമെടുക്കാനാവില്ല. പക്ഷേ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് സംസ്ഥാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു. മലയോര മേഖലയിൽ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നി ഉൾപ്പെടെയുള്ളവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കടുവയുടെ പ്രധാന ഭക്ഷണം കാട്ടുപന്നിയാണെന്നും അതിനാൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കാനാവില്ലെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഈ വിഷയത്തിൽ കേരള നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടും കേന്ദ്രം വഴങ്ങിയില്ല. അതേസമയം നാളിതുവരെ വന്യജീവി ആക്രമണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും ധനസഹായം ഉൾപ്പെടെ എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുകയും ചെയ്തു. പിന്നെ വന്യജീവി ആക്രമണം എന്നത് കേരളം മാത്രം നേരിടുന്ന ഒരു പ്രശ്നമല്ല. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തെ നിരവധി സംസ്ഥാനങ്ങൾ ഈ പ്രശ്നം നേരിടുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 48 പേരാണ്. എന്നിട്ട് കർണാടക സർക്കാർ എന്ത് നിലപാടെടുത്തു എന്നതിന് കോൺഗ്രസുകാർ തന്നെ മറുപടി പറയണം. ആഴ്ചകൾ മുമ്പാണ് UDF-ന്റെ മലയോര സംരക്ഷണ ജാഥ നടന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും കാര്യമായ പ്രാധാന്യം അതിന് നൽകിയില്ല എന്നതും നമ്മൾ കണ്ടതാണ്. ചില നേതാക്കളുടെ സാന്നിധ്യവും പ്രസംഗവും മാത്രമായാണ് ആ യാത്ര മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതുപോലും. ഇനി K. സുധാകരൻ വനം മന്ത്രിയായിരുന്ന കാലത്ത് ഇതിനായി എന്ത് നടപടി സ്വീകരിച്ചുവെന്നും അവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. പാർലമെന്റിൽ ചെന്ന് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനുമെതിരെ സമരം എന്ന സ്ഥിരം പറച്ചിലിനിപ്പുറം ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്ത് എന്ന് ചോദിച്ചാൽ രാഹുലും പ്രിയങ്കയും വെള്ളം കുടിക്കും. കാരണം ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ. എങ്കിലും വൈകുന്നേരം ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഞങ്ങളിതാ സമരം ചെയ്തേ, അങ്ങ് ദില്ലിയിൽ പ്രതിഷേധിച്ചേ എന്നൊക്കെ തട്ടിവിടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ. പാർലമെന്റും നിയമസഭയും ഒക്കെ നടക്കുന്ന സമയമായതിനാൽ നല്ല അവസരവുമാണ്. എന്ത് ചെയ്താലും മാധ്യമങ്ങളുടെ ശ്രദ്ധയും കിട്ടും. അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കാം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുന്ന കാലവുമാണ്. മലയോര മേഖലയിലുള്ളവരുടെ മനസ്സ് പിടിച്ചെടുക്കണമെങ്കിൽ ഇമാതിരി ഗിമ്മിക്കുകളൊക്കെ കാണിച്ചേ പറ്റൂ. അല്ലെങ്കിലും വീണ് കിട്ടിയ തേങ്ങയെടുത്ത് ഗണപതിക്കുടയ്ക്കാൻ ഈ UDF-കാരെക്കാൾ വീരന്മാർ ഭൂമി മലയാളത്തിൽ വേറെ ആരുണ്ട്?